ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുട്ടയും തൊലി കറുത്തു പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഒരു പോളയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കായ്പോളയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു അനിയത്തിയായിട്ട് തന്നെ ഇത് വരും കേട്ടോ. മെത്തേഡിൽ അത് ഉണ്ടാക്കുന്ന മെത്തേഡിൽ ചെറിയൊരു ഡിഫറൻസ് അത്രയേ ഉള്ളൂ. ഏകദേശം ആ ഒരു ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയ്ക്ക് പോകുന്ന മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയ്ക്ക് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 തൊലി കറുത്തിട്ടുള്ള 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. തൊലി കറുത്ത തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നല്ല പഴുത്തിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അത് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 6 പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു 6 പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോഫ്റ്റ് കുക്കാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഓരോ പഴത്തിൻ്റെ പീസും ഇങ്ങനെ വെച്ച് കൊടുക്കാം, നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് സോഫ്റ്റ് കുക്കാവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, കരിയാതെ ശ്രദ്ധിക്കുക. നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ സോഫ്റ്റ് കുക്കാവുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത ശേഷം ആ ഒരു ഭാഗവും നമുക്ക് ഒന്ന് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അടുത്ത ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യൊന്ന് ആക്കിയിട്ട് അതും ഒന്ന് നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഒരു മുട്ടയുടെ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 6 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ 6 എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ചെറിയ സോസ് പാനാണ്, ഞാനൊരു സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോസ് പാൻ ചെറുതാണെന്നുണ്ടെങ്കിൽ 5 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെത് അത്യാവശ്യം വീതിയുള്ള വലിയൊരു സോസ് പാൻ ആയതുകൊണ്ടാണ് ഞാൻ 6 മുട്ട എടുക്കുന്നത്. അപ്പോൾ 6 മുട്ടയെ അതിലേക്ക് പൊട്ടിച്ച ശേഷം ഒരു 4 ഏലക്ക കൂടി ചേർക്കുന്നത്. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ 4 ഏലക്ക കൂടെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഒരു നല്ലൊരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല കുഴഞ്ഞു പോവാതെ നല്ലൊരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി, ഒരു നുള്ളു ഉപ്പും, പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1/2 കപ്പ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സോസ് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് നട്ട്സും അതുപോലെ മുന്തിരിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്. അത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വഴന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് ഡെക്കറേഷനും അതുപോലെ ഉള്ളിലൊക്കെ ഒന്ന് ക്രഞ്ചി ആയിട്ട് കടിക്കാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ സെയിം പാനിൽ തന്നെ ഞാൻ ആദ്യം കുറച്ച് ആ മുട്ട നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മുട്ടയുടെ ബാറ്ററിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ചെയ്യാൻ, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത്, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള പഴത്തിൻ്റെ പീസ് ഇതുപോലെ ചുറ്റും വെച്ച് കൊടുക്കുക, നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നട്ട്സും അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ആ മുട്ടയുടെ മിക്സ് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മേലെ വീണ്ടും നമുക്ക് പഴത്തിൻ്റെ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 2 ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പാനനുസരിച്ച് ലെയർ കൂടും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലായിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് എല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പാനാണെങ്കിൽ നമുക്ക് 3 ലെയറായിട്ടൊക്കെ പഴം വെക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ആക്കി, മുട്ടയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള നട്ട്സ് എല്ലാം കൂടെ അതിൻ്റെ മേലെ ഇട്ടിട്ടൊന്ന് കാണാനൊരു ഭംഗിയായിരിക്കും മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ആ മുകളിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ബദാമും കാഷ്യൂസും പിന്നെ റൈസിൻസും ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു പഴയൊരു പാൻ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് മുട്ട കാണുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ആ ഒരു ഭാഗം കൂടെ ഒരു ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒരു പാനിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ മതിയെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു ചെയ്യുന്ന പരിപാടി നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നമ്മുടെ പോള റെഡി ആയിട്ടുണ്ടാവും.
അപ്പോൾ അതാ നമ്മുടെ കിഡിലെ ബനാന പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബനാന കേക്കെന്നോ ബനാന പോളാന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ കായ്പോള എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ പറഞ്ഞാലും. എന്തായാലും പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല, അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളായിട്ട് നമുക്ക് കിട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.